ചെറിയമ്മ എത്ര നേരം ഇതിനകത്ത് നിൽക്കുന്നോ അത്രയും നേരം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഏട്ടത്തിക്ക് സംസാരം കേൾക്കല്ലേ വേണ്ടു? ഞാൻ സംസാരിക്കാം. വേണ്ട, നീ പൊയ്ക്കോ. എങ്കി വേണ്ട. ചെറിയമ്മ, ഏട്ടത്തി ഉപദ്രവിക്കണ്ട. നമുക്കേ രണ്ടുപേർക്കും ഒന്ന് പോവാം. വാ, ഞാൻ വന്നോളാം. വന്ന് ചെറിയമ്മ, എനിക്ക് ചെറിയമ്മയുടെ ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. വാ ചെല്ല, ബാ. ഏട്ടത്തി, ഞാൻ ചെറിയമ്മ കൊണ്ടോ കേട്ടോ. അതെ, കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ. ആ പിന്നെ ഏട്ടത്തി, ബെസ്റ്റ് ഓഫ് ലക്ക്. ഇനി ഇതിലൊക്കെ ഉപ്പിട്ടിട്ടുണ്ടോ അതോ മുളക് ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ ആർക്കറിയാം. ഓ, ആ നാശം പിടിച്ചവൾക്ക് വരാൻ വേണ്ട സമയം കാണാൻ പറ്റുന്നില്ല. നീരുമില്ലെന്നാരും പറയരുത്. ശർക്കരയോ? ഇതെന്തിനാ? കറിക്കത്തിട്ടേക്കാം. എല്ലാം ഓക്കെ അല്ലേ? ശ്യാമ മേഡം എപ്പോഴാണ് എത്തുന്നേ? സത്യം പറഞ്ഞാലേ എനിക്ക് ശ്യാമ മേഡത്തിൻ്റെ റെക്കോർഡിങ് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, എല്ലാം ഗംഭീരമായിട്ട് നടന്നോട്ടെ. സർ. എന്താ രാധികേ? സർ, ഇന്നാണോ നമ്മുടെ സോങ് ശ്യാമ മേഡം പാടാൻ വരുന്നത്? അതെ, ശ്യാമ മേഡം ഇപ്പോൾ സ്റ്റുഡിയോയിലെത്തും. രാധികയ്ക്ക് ഇപ്പോൾ സീനില്ലല്ലോ. രാധിക വേണമെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുത്തുള്ളൂ. സർ, അത് സ്റ്റുഡിയോ ഇവിടെ അടുത്തല്ലേ? അതെ. എനിക്ക് അവിടെ വരെ ഒന്ന് പോയി വരാൻ സമയം ഉണ്ടാവോ? എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് രാധികയ്ക്ക് ഷൂട്ടില്ല. എന്ത് പറ്റി പെട്ടെന്ന്? വേറെ ഒന്നുമല്ല സർ, ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്യാമ മേഡം. ഞാൻ കാണാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ കാണാൻ പറ്റിയിട്ടില്ല. ഇതിപ്പോ നമ്മുടെ സിനിമയിലെ പാട്ടല്ലേ. തനിക്ക് പോണോ? ആ, പോണം സർ. എടോ, അത് വലിയൊരു കാര്യമല്ല. സിനിമയിലെ നായിക ഗായികയെ കാണാൻ പോകുന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് തന്നെ ഞാൻ സ്റ്റുഡിയോയിലേക്ക് വിടാം. എന്നിട്ട് നമ്മുടെ PRO ടീമുണ്ട്, അവരെ കൂടി അങ്ങോട്ട് വിടാം. നിങ്ങളെ ഒന്നിച്ച് കാണുമ്പോൾ മാഡത്തിന് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അത് നമുക്ക് വലിയൊരു പബ്ലിസിറ്റിയാണ്. അതൊന്നും വേണ്ട സർ. മാഡത്തിന് അതൊന്നും ഇഷ്ടമല്ലെങ്കിലോ? ഞാൻ തനിച്ചു പോയി കണ്ടോളാം. ഓ, അത് ശരിയാ. പബ്ലിസിറ്റി ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ശ്യാമ മേഡം. എങ്കിൽ പിന്നെ രാധിക വയ്ക്കുള്ളൂ. ഏയ് അരുൺ സർ, രാധികയ്ക്ക് സ്റ്റുഡിയോ വരെ പോകാനുള്ള ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ സർ. ഞാൻ വിളിക്കാം. ശരി. എങ്ങോട്ടാ പോകുന്നത്? ഇയാൾക്ക് ശ്യാമ മേഡത്തിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ശ്യാമ മേഡം നമ്മുടെ പാട്ടുപാടാൻ സ്റ്റുഡിയോയിലുണ്ട്, അതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തതാ. തനിക്ക് സ്റ്റുഡിയോയിലേക്ക് പോകണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ, നമുക്ക് ഒരുമിച്ച് പോയിക്കൂടെ? വേണ്ട, എനിക്കവർ വണ്ടി തരുമല്ലോ. താൻ എൻ്റെ കൂടെ വന്നാൽ മതി. തനിക്ക് ശ്യാമ മേഡത്തിനെ കാണുകയല്ലേ വേണ്ടത്. നമുക്ക് പോവാം. വരണാകുമ്പോൾ ഒന്നുകൂടി സേഫ് ആണല്ലോ. ഓക്കെ, പോയിട്ട് വരൂ. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ ആദ്യം എന്നോടൊന്ന് ചോദിച്ചുകൂടെ? ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയാ ഞാൻ. ബുദ്ധിമുട്ടാൻ തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ലൊക്കേഷനിൽ നായിക ആവശ്യപ്പെട്ട എന്തും കിട്ടും. പതുക്കെ പതുക്കെ എൻ്റെ ഈ വരവ് കൂടെ വേണ്ടെന്ന് വയ്ക്കുമോ? മാഡം വന്നല്ലോ.
ഗുഡ് മോർണിംഗ് മാഡം. നമസ്കാരം. നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ട് എത്ര നാളായി കാണും? കൃത്യമായിട്ട് പറഞ്ഞാൽ 21 മാസം 12 ദിവസം. കൃത്യം കണക്കാണല്ലോ. മാഡത്തിനൊപ്പം ചില നല്ല നിമിഷങ്ങൾ കിട്ടിയാൽ അത് ജീവിതത്തിലെ നല്ല മുഹൂർത്തങ്ങളാണ്. വരൂ മാഡം. ഉം. വാ. മാം, ട്യൂൺ എങ്ങനെയുണ്ട്? എല്ലാ തവണത്തെയും പോലെ തൻ്റെ ട്യൂണിന് ഒരു വെറൈറ്റി ഉണ്ടല്ലോ. പക്ഷേ ഇത്തവണ ഈ പാട്ട് പാടുമ്പോൾ എനിക്കത് സ്പെഷ്യലാണ്. അതെന്താ മാഡം അങ്ങനെ? എന്തോ ഈ ഒരു ടീമും ഞാനും തമ്മിൽ എന്തോ ഒരു ആത്മബന്ധമുള്ളതുപോലെ. മാമിനെ പോലെ ഒരാൾ ഇങ്ങനെ പറയുന്നത് എനിക്ക് നാഷണൽ അവാർഡിനേക്കാൾ മേലെയാ. വരൂ മാഡം. ശ്യാമേ, വല്ലാതെ ഇമോഷണലായി പോകുമെന്ന് എനിക്കൊരു പേടിയുണ്ട് കേട്ടോ. ഈ ഇമോഷന്റെ പേരല്ലേ അമ്മ. അപ്പൊ കുഴപ്പമില്ല എടുത്തി. എടോ, താൻ ആ സീറ്റിലൊന്ന് അടങ്ങിയിരിക്കേ. എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. എന്റെ മനസ്സിടന്ന് തുള്ളിച്ചാടുക. ശ്യാമ മേഡത്തെ കാണാന്ന് പറഞ്ഞ എന്റെ അത്ര വലിയൊരു ആഗ്രഹം. അതെനിക്കും അറിയാമല്ലോ. പക്ഷേ ഒരു കാര്യമുണ്ട്. ശ്യാമ മാഡത്തിനെ കാണുമ്പോൾ താനൊന്ന് ഞെട്ടും. എന്തിനു? താൻ ഒരു കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ എങ്ങനെയാണോ അത് തന്നെയാണ് താൻ കാണാൻ പോകുന്നത്. എനിക്ക് മനസ്സിലായില്ല. എടോ, ഞാൻ ഈ ശ്യാമ മാഡത്തിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവർക്ക് തന്റെ മുഖച്ഛായുണ്ട്. ഷേ, ചുമ്മാ ഓരോന്ന് പറയല്ലേ. ഈ വലിയ വലിയ സെലിബ്രിറ്റീസിനെ കുറിച്ച് ആവശ്യമില്ലാത്ത കഥകൾ ഉണ്ടാക്കി പറയുന്നത് ചിലരുടെ ഒരു ശീലമാ. ആ, എനിക്ക് അത്തരം ഗോസിപ്പുകളിലൊന്നും ഒരു താല്പര്യമില്ല. എടോ, അവര് തന്നെ പോലെ തന്നെ ഇരിക്കുന്നത്. വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഒന്നും മിണ്ടായിരുന്നേ. മ്യൂസിക് സ്കൂളിൽ ചെന്നപ്പോ ഏതോ ഒരു കുട്ടിയുടെ അമ്മയെ കണ്ട് ഇവരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവരെ എനിക്ക് നന്നായിട്ടറിയാം. ഇന്നത്തെ ദിവസം ഇതിനാണോ ഉപയോഗിക്കുന്നത്? തന്നോട് പിന്നെ നേരെ ചൊവ്വേ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാനിപ്പോ തിടുക്കപ്പെട്ട് തന്റെ കൂടെ വന്നത് എന്തിനാണെന്നറിയോ? അതെനിക്കറിയാം. അല്ലേലും എപ്പോഴും എന്റെ പിന്നാലെ ആണല്ലോ. എന്നാലേ ഇപ്പൊ അങ്ങനെ അല്ല. താൻ ശ്യാമ മേഡത്തിനെ കാണുമ്പോ തന്റെ തൊട്ടടുത്ത് ഞാനും ഉണ്ടാവണമെന്ന് ഞാൻ തീരുമാനിച്ചതാ. താൻ അവരെ കണ്ട് ഞെട്ടുന്നത് എനിക്കൊന്ന് കാണണം. പക്ഷേ ഇത് വലിയ കഷ്ടായല്ലോ. ഇങ്ങനാണെങ്കിൽ ഈ സംസാരം നമുക്ക് ഇവിടം കൊണ്ട് നിർത്താം. അത് കൊള്ളാം. ഇത്രയും കാലം എന്റെ കൂടെ നടന്നിട്ട് ഒറ്റയടിക്ക് താനിപ്പോ ശ്യാമ മേഡത്തിന്റെ മാത്രം ആളായി. എന്തൊരു കഷ്ടോ ഇത്. ഒന്ന് വേഗം പോകുന്നുണ്ടോ? അതെ, ഇതിനേക്കാളും വേഗത വേണമെന്നുണ്ടെങ്കിലേ പറക്കേണ്ടി വരും. എങ്ങനെയാണേലും കുഴപ്പമില്ല. എനിക്ക് ശ്യാമ മേഡം പോകുന്നതിന് മുമ്പ് അവിടെ എത്തിയാ മതി. ഇന്നും കൂടെ അത് നടന്നില്ലെങ്കിൽ എനിക്കിതിലും വലിയൊരു സങ്കടം വരെ ഉണ്ടാവില്ല. താൻ സങ്കടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ഒരിക്കലും സമ്മതിക്കില്ല. പക്ഷേ താനത് മനസ്സിലാക്കുന്നില്ല എന്നേ ഉള്ളൂ. ഭഗവാനെ, എൻ്റെ സംഗീത ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തമാണിത്. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ പാടുന്നത്. എൻ്റെ ശബ്ദത്തിനും എൻ്റെ മകൾക്കും കൂട്ടായിരിക്കണേ. തുടങ്ങാം. ശരി മാം.
ഞാൻ ഭംഗിവാക്ക് പറയല്ല മാം. എത്രയോ തവണ മാഡത്തിന്റെ സ്വരം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒന്ന് താങ്ക്സ് മാം. ഒരുപക്ഷെ ഭാവിയിൽ ഞാൻ ഓർമ്മിപ്പിക്കപ്പെടുന്നത് ഈ ഒരു പാട്ടുകൊണ്ടായിരിക്കും. ഞാനും പറഞ്ഞില്ലേ എനിക്കും ഈ ഈണം സ്പെഷ്യൽ ആണെന്ന്. മാഡം റെസ്റ്റ് എടുത്തോളൂ. എടുത്തേ. അതെ, മകൾക്ക് വേണ്ടിയിട്ടുള്ള അമ്മയുടെ കടമ അസലായിരുന്നു. അതെ എടുത്തേ. അവൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നൊരു തോന്നൽ ഇപ്പോഴാണ് മനസ്സിൽ വന്നേ. നമുക്കിറങ്ങാം. ശ്യാമയുടെ സ്റ്റുഡിയോയിലുണ്ടോ? പോയിട്ടുണ്ടെങ്കിൽ നഷ്ടം എനിക്കല്ലേ. ഞാൻ പറഞ്ഞ കാര്യം നടക്കാതെ പോവില്ല. ഇപ്പോഴും അത് ആലോചിച്ചോണ്ടിരിക്കുകയാണോ? വരുന്നുണ്ടെങ്കിൽ വാ, എനിക്ക് ശ്യാമയുടെ കണ്ടേ പറ്റും. മാഡം, ഇതിലൊന്ന് സൈൻ ചെയ്യണം മാഡം. ആ ഏട്ടത്തി ഒന്ന് നോക്ക്, ഞാൻ കാറിലിരിക്കാം. അതെ, ശ്യാമയുടെ സ്റ്റുഡിയോയിലുണ്ടോ? റെക്കോർഡിങ് കഴിഞ്ഞായിരുന്നു, പോയോന്നറിയില്ല. ഞാൻ പറഞ്ഞില്ലേ വേഗം പോരെ. അപ്പൊ വഴിനീളെ ഓരോ സംസാരവും കിന്നാരവും. ഇതിനേക്കാളും വേഗത്തിൽ എങ്ങനെയാ പെണ്ണെ പോരുന്നേ? ആളുകൾ ഇടിച്ച് കൊന്നിട്ടോ? ഓ, ഒന്നും പറയണ്ട, ഒന്ന് വരുവോ? വെറുതെ മനുഷ്യനെ പറ്റിക്കരുത് കേട്ടോ. കൈ പിടിച്ചിട്ട് പിന്നെ എന്തിനാ വിട്ട്? അതാണോ ഇപ്പോഴത്തെ പ്രശ്നം? ആ, എനിക്കിതൊക്കെ വലിയ പ്രശ്നമാണ്. സത്യം കൊല്ലുള്ള ദേഷ്യം വരുന്നുണ്ട്. വാ വാ, കൊന്നോ, ഞാൻ നിന്ന് തരാം. വാ. അയ്യേ, ഇതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വാ വാ. അതെ, ആ ശ്യാമ മേഡം പോയിരുന്നോ? ശ്യാമ മേഡം അങ്ങ് പോയി.
ഈ കുട്ടി ആരാ? ഈ കുട്ടിക്ക് ശ്യാമ മേഡമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ, ഇല്ല, ഞാൻ ശ്യാമ മേഡത്തിന്റെ ആരാധികയാ. അൺബിലീവബിൾ. എന്തൊരു സാദൃശ്യം. ശ്യാമ മേഡം ഇന്ന് തിരിച്ചു വരുമോ? ഓ, ഒരു ബന്ധവുമില്ലാതെ ഈ സാദൃശ്യമാണെങ്കിൽ അത്ഭുതമെന്നല്ലാതെ എന്തു പറയാം? എടോ കരയല്ലേ? കണ്ടില്ലേ, ഇതാ എപ്പോഴും എനിക്ക് സംഭവിക്കുന്നത്. എന്നെ പലതും കാട്ടി ദൈവം കൊതിപ്പിക്കും, എന്നിട്ട് അതുപോലെ തിരിച്ചെടുക്കുകയും ചെയ്യും. എല്ലാവരും എന്നെ കളിയാക്കും, അത്ര തന്നെ. തനിക്കിപ്പോൾ എന്താ വേണ്ടേ? തനിക്ക് ശ്യാമ മാമിനെ ഒന്ന് കാണണം, അത്രയേ ഉള്ളൂ. എടോ എനിക്ക് അവരുടെ വീടറിയാം, നമുക്ക് നേരെ അവരുടെ വീട്ടിലേക്ക് പോവാം. അതെങ്ങനെയാ? സമയം പറഞ്ഞ ഡയറക്ടർ ഇങ്ങോട്ട് വിട്ടെ, അതുകൊണ്ട് തിരിച്ചവിടെ എത്തണ്ടേ? എടോ താനൊരു ഹീറോയിനാണ്, കുറച്ച് വൈകി ചെന്നാലും ആരും ഒന്നും പറയാൻ പോകുന്നില്ല. എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല, നമുക്ക് പോവാം. ഓക്കെ, പക്ഷേ ഇക്കാര്യം ഞാൻ ഏറ്റെടുത്തു. ശ്യാമ മാമിന് മുന്നിൽ തന്നെ കൊണ്ട് നിർത്തുന്ന കാര്യം ഞാൻ ഏറ്റു. എടോ സത്യടോ, ഉറപ്പായിട്ടും കൊണ്ടുപോവാം. ആ പിന്നെ ഒരു കാര്യം താൻ ശ്രദ്ധിച്ചോ? തനിക്ക് ശ്യാമ മാഡത്തിൻ്റെ മുഖച്ഛായ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ താൻ എന്താ പറഞ്ഞേ? ആ, ആ, പക്ഷെ ആ മ്യൂസിക് ഡയറക്ടർ എന്താ ചോദിച്ചത്? അടുത്ത് നിന്ന ആളുകൾ എന്താ പറഞ്ഞേ? ആ, എനിക്കറിഞ്ഞൂടാ. ആ എന്നാ എനിക്കറിയാം. നിങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരുപോലെ തന്നെ ഉള്ളേ. പിന്നെ ഒരേപോലെ. എന്നിട്ടല്ലേ ഒന്ന് കാണാൻ പോലും പറ്റാതെ പോയത്. ഇനി ചെന്നാലും എനിക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന് പോലും അറിഞ്ഞൂടാ. ഓ ഇപ്പം അഭിനയിച്ചില്ലെങ്കിലും വലിയ കാര്യമൊന്നുമില്ല.